ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സാന്ദ്ര ബാബു, പൾസ് ഹോമിയോപ്പതി ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഐ തോട്ട് ടു ഗിവ് യു എ ഫ്യൂ ഐഡിയാസ് അബൌട്ട് ഹൗ ടു മെയിൻറ്റെയിൻ അവർ ഗ്ലോയി ആൻഡ് ഹെൽത്തി സ്കിൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ബോദർ ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെയൊരു ഹെൽത്തി സ്കിൻ അല്ലെങ്കിൽ എങ്ങനെയൊരു ഗ്ലോയി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതല്ലേ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എത്രയൊക്കെ എക്സ്റ്റേണൽ കെയർ, ഇപ്പോൾ കുറേ പേര് പറയാം ഞാൻ ഡെയിലി ഫേസ് മാസ്ക് ഇടാറുണ്ട് അല്ലെങ്കിൽ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രയൊക്കെ നമ്മൾ എക്സ്റ്റേണൽ കെയർ കൊടുത്താലും നമുക്ക് ഇൻറ്റേർണലി നമ്മൾ കൊടുക്കുന്നൊരു കെയർ ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും എക്സ്റ്റേണൽ കെയറിൽ കിട്ടില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് എക്സ്റ്റേണൽ കെയറും വേണം. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് സൺസ്ക്രീൻസ് ഒക്കെ പോലെ. അപ്പോൾ എന്താണ് നമ്മൾ ഇൻറ്റേർണൽ കെയറിൽ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഡയറ്റാണ്. ഇപ്പോൾ നിങ്ങൾ വലിച്ചു വാരി ഫുഡ് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ബേക്കറി ഐറ്റംസ് കഴിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽത്തി ഡയറ്റല്ല ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഇത് നിങ്ങളുടെ സ്കിന്നിലും അതുപോലെ നിങ്ങളുടെ ഹെയറിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈവൻ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ഇതിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് എന്തിൽ ഫോക്കസ് ചെയ്യുക? നിങ്ങളുടെ ഡയറ്റ് ഫോക്കസ് ചെയ്യുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് സ്കിന്ന് ഹെൽത്തി ആക്കണതാണല്ലോ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ സ്കിന്ന് ഹെൽത്തി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ഹെയർ ഹെൽത്തി ആവും, നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്കൊരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തും, അതുപോലെ നിങ്ങൾ ഓവറോൾ ഒരു ഹെൽത്തി ആയിട്ട് മാറും. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം? ഫസ്റ്റ് വണ്ണാണ് ഷുഗർ. ഇപ്പോൾ ഞാൻ ഷുഗർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താ ഫസ്റ്റ് വരാം? ഡോക്ടർ ഷുഗർ എന്ന് പറയുമ്പോൾ ഞാൻ ഷുഗർ കഴിക്കാറില്ലല്ലോ, ഇവൻ ഞാൻ ചായ കുടിക്കുമ്പോൾ ഷുഗർ ഇടാറില്ല, അല്ലെങ്കിൽ കോഫി കുടിക്കുമ്പോൾ ഷുഗർ ഇടാറില്ല, ഞാൻ കുടിക്കുന്ന ജ്യൂസസിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്യാറില്ല എന്നൊക്കെ ആയിരിക്കില്ല മൈൻഡിൽ വരിക. എന്നാൽ ഇത് മാത്രമല്ല നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഷുഗർ എന്ന് പറയുന്നത്. നിങ്ങൾ കുടിക്കുന്ന ഹെൽത്തി എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ്, നിങ്ങൾ ഒരു ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങളതിനെ ജ്യൂസാക്കി കൺവേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം, അവിടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടായിരിക്കും. അവിടെ ഷുഗറിനെ പെട്ടെന്ന് ബോഡിയിൽ സ്പൈക്ക് ചെയ്യാനുള്ളൊരു റീസണായിട്ടാണ് നമ്മൾ ഫ്രൂട്ട് ജ്യൂസിനെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾ ഷുഗർ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക? നമ്മൾ കുടിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇപ്പോൾ മാൾട്ട് മിക്സസും, ഇതിനൊക്കെ പുറമെ ഇവൻ നിങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും നോ ഷുഗർ ആഡഡ്. പക്ഷേ നിങ്ങളതിൻ്റെ ലാബിൽ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് പോയി നോക്കിയാൽ അതിൽ വേറൊരാളുണ്ടാവും, എന്താ? ഫ്രക്ടോസ്. സോ നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റ്സ് ആണെങ്കിലും ഡെസേർട്ട്സ് ആണെങ്കിലും ഒക്കെ അതിൽ ഹിഡൻ ആയിട്ട് ഷുഗർ ഉണ്ടായിരിക്കും. അപ്പോൾ ഷുഗർ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ അതുപോലെ ഫ്രക്ടോസ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൈൻഡിൽ നമുക്ക് ഫസ്റ്റ് വരെ എന്താ? ഷുഗറും സോൾട്ടും. ഇത് മാത്രമാണോ പ്രിസർവേറ്റീവ്സ്? അല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഷെൽഫ് ലൈഫ് ഉണ്ടോ? അതായത് ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്, ഇപ്പോൾ ഒരു കുപ്പിയിലുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിച്ചു, അപ്പോൾ അതിലൊരു ഷെൽഫ് ലൈഫ്, അത് എക്സ്പയറി ഡേറ്റ് ഒരു 3 to 4 months എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ 6 months എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം? ഈവൻ ജാമിൽ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സോസസ്, ഈവൻ പുറത്തുനിന്ന് മേടിക്കുന്ന പിക്കിൾസ്, ഇതിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവണ പ്രശ്നം എന്ന് വെച്ചാൽ, ചിലവരുടെ കാര്യത്തിൽ കേട്ടോ, ചില ആൾക്കാർക്ക് പ്രിസർവേറ്റീവ്സ് നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ അലർജി ഉണ്ടാക്കാം. അപ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട് എനിക്ക് അലർജി ഉണ്ടാവാറുണ്ട്, പക്ഷെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ എന്തായിരിക്കും അലർജി? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് പുറത്തുനിന്ന്, ഇപ്പോൾ നമ്മുടെ ഒരു പേഷ്യൻറ്റിനോട് പറഞ്ഞതാണ്, എനിക്ക് പുറത്തുനിന്ന് ചിക്കൻ കഴിച്ചാൽ, അതായത് ഹോട്ടൽസിൽ നിന്നൊക്കെ ചിക്കൻ കറി കഴിച്ചാൽ എനിക്ക് അലർജി വരാറുണ്ട്, എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് എനിക്ക് അലർജി ഇല്ല. അപ്പോൾ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്? അതിൽ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ആയിരിക്കാം മേ ബി.
അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ്? ഓയിലി സ്നാക്സ്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓയിലി സ്നാക്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരിപ്പ് വട അല്ലെങ്കിൽ ഉഴുന്നുവടയൊക്കെ നമ്മൾ ചിലപ്പോൾ വീട്ടിലായതുകൊണ്ട് ഒരു തവണ ഫ്രൈ ചെയ്തിട്ട് ആ ഓയിൽ അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ കളയുന്നുണ്ടായിരിക്കും. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഓയിലി സ്നാക്സ് ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള നഗ്ഗറ്റ്സ്, സോസേജസ്, ഇതിലൊക്കെ ഇവർ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണല്ലേ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ ഇവർ യൂസ് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണ കളയോ അല്ലെങ്കിൽ ആ ഓയിൽ കളയോ? ഒരിക്കലുമില്ല. അവർ അതിൽ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ട്രാൻസ് ഫാറ്റ് കൂടും അല്ലെങ്കിൽ അക്രിലമൈഡ്സ് കൂടും. അപ്പോൾ ഇത് കൂടുന്നതിൻ്റെ കൂടെ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു പോയിന്റ് കയറാണ്. എന്ത് പോയിൻ്റാണ്? നമ്മുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റ് കൂടെ മാത്രമല്ല ചെയ്യുക, ചില ആൾക്കാർക്ക് സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതായത് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് കൂടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് സ്കിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ഇൻഫ്ലമേഷൻ ട്രിഗർ ചെയ്യും. അതുപോലെ അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാല്. അതായത് യൂഷ്വലി ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്ക് വേണ്ട പാലെന്ന് പറയുന്നത് ഒരു 1 ഗ്ലാസ് ഈസ് ഇനഫാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 8 to 16 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതാണ് നമുക്ക് ആവശ്യമുള്ള പാല് വേണ്ടു ഒരു സാധാരണ മുതിർന്ന ഒരാൾക്ക്. ഇന്ന് പക്ഷെ നിങ്ങളൊരു കോഫി അഡിക്റ്റോ അല്ലെങ്കിൽ ടീ അഡിക്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന കോഫി അല്ലെങ്കിൽ ടീ എന്ന് പറയുന്നത് ഒരു 3 to 4 ടൈംസ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട്, കാലത്ത് എണീച്ച പാടെ ഒരു ചായ കുടിക്കും, അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ചായ കുടിക്കും, ചായ ഒരു കോഫി. അത് കഴിഞ്ഞാൽ ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ പണിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടീ ബ്രേക്ക് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. എസ്പെഷ്യലി ഒരു 10 to 10:30 ഒരു ടീ ബ്രേക്ക് ഉണ്ടായിരിക്കും. ആ സമയത്തൊരു ചായ കുടിക്കും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ യൂഷ്വലി കണ്ടുവരുന്നൊരു കാര്യമാണ് 4 മണി ചായ അല്ലെങ്കിൽ 4 മണി പലഹാരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടല്ലേ, അതിൻ്റെ കൂടെ ചായ കുടിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇൻ കേസ് ഒരു ഡേ ഒരു ടയേർഡ് ആവുകയാണെങ്കിലോ അപ്പോഴും ഒരു ചായ കുടിക്കും. അപ്പോൾ ഒരു ഏകദേശം ഒരു 4 to 5 അല്ലെങ്കിൽ 5 to 6 ടൈംസ് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പം അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കുക. ഒരിക്കലും എനിക്കറിയാം അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊരു ദിവസം കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുടിക്കുന്ന ചായ അല്ലെങ്കിൽ കാപ്പിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങളൊരു ഫുൾ ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അതൊരു 3/4 ആക്കുക, പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് ആക്കുക, അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ എന്താണ്, നമ്മൾ എടുക്കുന്ന മിൽക്കിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ ഈ മിൽക്കിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ അറിയാണ്ട് തന്നെ ചിലവർക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടായിരിക്കാം. ചിലവരുടെ കാര്യത്തിൽ എന്തുണ്ടാവും, ചിലർക്ക് ഇത് അലർജി കോസ് ചെയ്യും. അപ്പോൾ ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കതില്ലല്ലോ ഡോക്ടറേന്ന്. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടായിരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചായയോ കാപ്പി അല്ലെങ്കിൽ വേണ്ട നെഞ്ചെരിയുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, മേ ബി റീസൺ ലാക്ടോസ് ഇൻടോളറൻസ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നോക്കാം. എൻ്റെ മെയിൻ കാര്യമാണ് മൈദ. അത് എസ്പെഷ്യലി കേരളക്കാർക്കാണെങ്കിൽ മൈദ ഇല്ലാണ്ട്, അത് എസ്പെഷ്യലി പൊറോട്ട, ഈ പൊറോട്ട ഇപ്പോൾ ഇവൻ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ? അതില്ല. ഓക്കെ, ടേസ്റ്റ് വൈസ് പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനൊക്കെ എന്താ 10 out of 10 നമുക്ക് കൊടുക്കാം. എന്നാൽ നമുക്ക് ആസ് എ ന്യൂട്രീഷണൽ വാല്യൂ പൊറോട്ടയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. ഈവൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പപ്സ്, ഇപ്പോൾ ഞാൻ എഗ് പഫ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറേ പേര് വന്നിപ്പോൾ കമൻറ്റ് ചെയ്യും എഗ്ഗ് പ്രോട്ടീൻ ആണല്ലോ എന്ന്. ഓക്കെ, എഗ്ഗ് പ്രോട്ടീൻ ആണ്. നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന എഗ്ഗ് എന്ന് പറയുന്നത് ഒരു ഹാഫ് എഗ്ഗ് ആയിരിക്കും അല്ലേ. ഈ ഹാഫ് എഗ്ഗിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീൻ എത്രത്തോളം ഉണ്ടായിരിക്കും? 3 gram ഓർ മാക്സിമം പോയി 4 gram. എന്നാൽ അതിലുള്ള മൈദയുടെ എമൗണ്ട് എന്താ? അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ കഴിക്കുന്ന മൈദയുടെ പ്രൊഡക്ട്സ് കുറയ്ക്കുക. ഈവൻ ബ്രെഡ് ആണ്, ബ്രെഡ് ഐറ്റംസ് ഒന്നും വേണ്ട. ഇവൻ നമുക്കൊരു പനി വന്നു വിചാരിക്കാം, പനി വന്നാൽ ഫസ്റ്റ് നമ്മൾ എന്താ കഴിക്കുക? എനിക്ക് ബെന്നും ചായയും. ഈ ബൺസ്, ഐ മീൻസ് ബെന്ന് പറയുന്നത് ബൺസ്. ഈ ബൺസ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നേ? മൈദ. അപ്പോൾ നിങ്ങൾ മൈദയുടെ യൂസേജ് കുറയ്ക്കുക.
അപ്പോൾ മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ പൊറോട്ട, സമൂസ, പപ്സ്, ബ്രെഡ്, ബൺസ് ഇതൊക്കെ കുറച്ചാൽ തന്നെ നമുക്ക് കലോറി എന്ന് പറയുന്ന കാര്യം കുറയും. കലോറി ഇൻടേക്ക് നല്ലപോലെ കുറയും. അപ്പോൾ ഇതാണ് 5th കാര്യം. ഇനി ഇതൊക്കെയാണ് ഡയറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം? നമ്മുടെ പ്ലേറ്റ് എന്ന് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളായിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താ പൂക്കളിടാൻ പോവുകയാണെന്ന്. പൂക്കളൊന്നുമല്ല. കളർഫുൾ ഇൻഡിക്കേറ്റ് ചെയ്യണത് നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും നമുക്കൊരു മീൽ എന്ന് പറയണത് നമുക്ക് എന്തായിരിക്കണം? റൈസ്. നമുക്ക് ഞാനടക്കം ഉള്ള ആൾക്കാർക്ക് ചോറ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ റൈസ് ഉണ്ടാവാം. ഒരു പ്രോട്ടീനായിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാം? എഗ്ഗ് എടുക്കാം, അല്ലെങ്കിൽ ഫിഷ് എടുക്കാം, ചിക്കൻ എടുക്കാം. ഇത് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പൾസസ്, മുതിര, പയർ, കടല, ചെറുപയർ ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സസ് ആണ്. അപ്പോൾ അത് പ്രോട്ടീൻ എടുക്കാം. ഇനി ഇലക്കറി ആയിട്ട് എന്തെങ്കിലും, ഇപ്പം എന്നും ഇലക്കറി വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും ഒരു മുരിങ്ങ അല്ലേ, അതിൽ നിന്ന് കുറച്ച് ഇല പൊട്ടിക്കുക, ജസ്റ്റ് ഒന്ന് ഉള്ളി സവോള ജസ്റ്റ് ഒന്ന് വാട്ടുക. അപ്പോൾ ഒരു ഇലക്കറിയായി, പ്രോട്ടീനായി, ഇലക്കറിയായി, റൈസായി. ഇത്രയും വെച്ചൊന്ന് പ്ലേറ്റ് ഫില്ല് ചെയ്യുക മാക്സിമം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പോൾ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എന്നാൽ ക്വാണ്ടിറ്റി കുറവാണ്. സോ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണോ, ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ സ്കിന്നും ഹെയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വേണം, ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുപോലെ ഡിന്നർ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മാക്സിമം പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ബിഫോർ 7 o'clock എങ്കിലും ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡിന്നർ കഴിച്ച പാടെ കിടക്കേണ്ടി വരില്ല. അപ്പോൾ കിടക്കേണ്ടി വരേണ്ടാകുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിക്ക് മെറ്റബോളിസം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറഞ്ഞു കിട്ടും. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് സ്ലീപ്പ് കിട്ടും. കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ വെയിറ്റ് നല്ലൊരു ഐഡിയൽ വെയിറ്റ് എത്തും. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോയി ആയിട്ടുള്ള സ്കിന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത് സൺസ്ക്രീൻ. നമ്മുടെ മഴക്കാലമാണെങ്കിലും ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടർ മഴക്കാലമല്ലേ എന്തിനാ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്. സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യണത് UV റേസ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ മഴക്കാലമാണെങ്കിലും നമ്മുടെ നാട്ടിൽ വെയിൽ വരുന്നുണ്ടല്ലോ, സൂര്യൻ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് എന്തുണ്ടാവുന്നത്? വെളിച്ചം കിട്ടുന്നത് അല്ലേ. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. കാലത്തും വീട്ടിലിരിക്കുന്നവരാണോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക? നിങ്ങൾ മുറ്റത്തിറങ്ങാറില്ലേ? സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും സ്കിന്നിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കുള്ള ഇൽനെസ് എന്തെങ്കിലും അസുഖമുണ്ടോ നോക്കാം. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം.